നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ കാടപ്പക്ഷികളും വേട്ടക്കാരും. കാടപ്പക്ഷി എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ചെറിയൊരു പക്ഷിയാണ്. അതിൻ്റെ മാംസത്തിനുണ്ടല്ലോ, മാംസം എണ്ണയിലിട്ട് വറുത്തെടുത്താൽ അസാമാന്യ സ്വാദാണെന്ന് പറയണം. കാടയിറച്ചി കടുകോളം എന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. ഒരു കടുകിൻ്റെ അത്രയ്ക്കേ ഉള്ളൂ എങ്കിലും ആ കാടയിറച്ചിയുടെ സ്വാദ് നാവിൽ നിന്ന് പോവുകയില്ല. അത്ര രുചിയുള്ള മാംസമാണ് കേട്ടോ ഈ കാടപ്പക്ഷിയുടെ. അങ്ങനെയുള്ള കാടപ്പക്ഷികളും അവയെ പിടിക്കുന്ന ഒരു വേട്ടക്കാരൻ്റെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ കഥയിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്താണെന്ന് നോക്കാം. ഒരു ബോധിസത്വൻ ഒരു മാളവദേശത്ത് ഒരു കാടപ്പക്ഷിയായിട്ട് ജന്മമെടുത്തു. നമ്മളിപ്പോൾ പറയുന്നത് ജാതക കഥകളായതുകൊണ്ട് ബോധിസത്വൻ്റെ ബുദ്ധമതത്തിലെ തത്വങ്ങളാണ് പറയുന്നത്. ആ ബോധിസത്വൻ ഒരു കാടപ്പക്ഷിയായിട്ട് ജന്മമെടുത്തു. ധാരാളം കാടപ്പക്ഷികളുടെയൊക്കെ ഒരു നേതൃത്വ സ്ഥാനത്ത് തന്നെയാണ് അദ്ദേഹത്തിന്. ഒരു വൃക്ഷത്തിൽ ഒരുപാട് കാടപ്പക്ഷികൾ വന്നിരുന്ന് ജീവിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു വേട്ടക്കാരൻ വന്നിട്ട് കാടപ്പക്ഷികളെ പിടിക്കാനായിട്ട് അവ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വേട്ടക്കാരൻ്റെ മരത്തിൻ്റെ ചോട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് വല കുറച്ച് മുകളിൽ കയറി കെട്ടി ഉറപ്പിക്കും. മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പക്ഷികൾ താഴെ വന്ന് താഴത്തേക്ക് വരുത്തി ഒരുമിച്ച് കിട്ടുമ്പോൾ വലയും കൊണ്ട് കീഴ്പ്പെട്ടിടും. എന്നിട്ട് പിന്നെ ചരട് മത്സ്യം പിടിക്കാനായിട്ട് വല എറിയുന്ന പോലെ തന്നെയാണ്. എന്നിട്ട് ചരട് വലിച്ച് ഇത് ചുരുക്കുമ്പോൾ ആ പക്ഷികൾ വലയ്ക്കകത്ത് കുടുങ്ങിയ പക്ഷികളെയൊക്കെ വേഗം പിടിക്കാൻ പറ്റും. അങ്ങനെയാണ് പിടിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ കാടപ്പക്ഷികൾ അങ്ങനെ മരത്തിലിരുന്ന് തിമർത്ത് ആടി പാടി കളിച്ച് പാട്ടും പാടി രസിച്ചിരിക്കുക. വേടൻ പറഞ്ഞു, എന്ത് രസമായിട്ടായിരിക്കണേ. അപ്പോൾ ഈ വേടനൊരു സൂത്രമുണ്ട് കേട്ടോ. അയാൾക്കൊരു കഴിവുണ്ട്. ഈ പക്ഷികളുടെ ശബ്ദം പോലെ കാടപ്പക്ഷികൾ ചില സമയത്ത് മക്കളെ വിളിക്കുന്ന ശബ്ദം, ഇണയെ വിളിക്കുന്ന ശബ്ദം, ഭക്ഷണം കിട്ടുമ്പോഴത്തെ സന്തോഷം, അപ്പോൾ കൂടുതൽ ഭക്ഷണം കണ്ടെത്തിയ മറ്റു കൂട്ടുകാരെ വിളിക്കുന്ന ഒരു ശബ്ദം ഉണ്ടാക്കലുണ്ട്. പിന്നെ ദേഷ്യം വന്നിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കലുണ്ട്. കുട്ടികൾ അപകടത്തിൽ ചെന്ന് വരുമ്പോൾ തിരിച്ചു വരാൻ പറയണ ശബ്ദം. ഇങ്ങനെ പല വിധത്തിലും മനുഷ്യർ സംസാരിക്കുന്നത് പോലെ അവരുടേതായ ആവശ്യങ്ങൾ ഓരോരോ സന്ദർഭങ്ങളിൽ പറയുന്ന പ്രത്യേക കുറുകലുകളുണ്ട് ഈ കാടപ്പക്ഷികൾക്ക്, പറച്ചിലുകളുണ്ട്. അതേപോലെ തന്നെ ശബ്ദങ്ങളുണ്ടാക്കി കാടപ്പക്ഷികളെ ആകർഷിക്കാനായിട്ടുള്ള സൂത്രം, അങ്ങനൊരു കഴിവ് ഈ വേടനുണ്ട്. വലിയൊക്കെ മരത്തിൻ്റെ മുകളിൽ കയറി ഉറപ്പിച്ചു വച്ചിട്ട് വേടൻ ഈ കാടപ്പക്ഷികൾ കൂടുതൽ ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, എല്ലാവരും വരൂ, നമുക്ക് ഭക്ഷണം കിട്ടിയിരിക്കുന്നു എന്ന് അറിയിക്കുന്ന ശബ്ദം ഉണ്ട്. ആ ശബ്ദം കൂടെ ഉണ്ടാക്കി. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ, അവിടെ ഇവിടെയുള്ള കാടപ്പക്ഷികൾ വേഗം വന്ന് ഈ മരത്തിൻ്റെ ചോട്ടിൽ വന്നു. അപ്പോൾ നമ്മളെ വിളിച്ചിട്ട് ഭക്ഷണം എവിടെയെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷികൾ കുറേ കൊണ്ട് വന്ന് കൂടി വഴിക്ക് ഈ വേട്ടക്കാരൻ വല അങ്ങോട്ട് കീഴ്പ്പട്ടക്കായിട്ട് കഴിഞ്ഞപ്പോൾ എന്താ, പക്ഷികൾ ഒരുപാട് കുടുങ്ങിയില്ലേ വലയില്ലേ. അപ്പം തന്നെ ചരടും വലിച്ചു. അയാൾ ചരടിന് വലയ്ക്കകത്ത് പക്ഷികളെ അങ്ങോട്ട് കൂട്ടിയിട്ട് അയാളുടെ കോടയിലേക്ക് അകച്ച് ചാക്കിലേക്ക് വെച്ച് ചന്തയിൽ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് അത് വില കൊടുത്തും കാടകളെ വാങ്ങിച്ച് പൊരിച്ച് തിന്നുന്ന ധാരാളം ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. അത് ആരൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം. അയാൾ പോണ വഴിക്ക് കാട വേണോ എന്ന് ചോദിച്ചു ചില വീടുകളിൽ കയറി കാടകളെ അങ്ങോട്ട് വിറ്റു. ആ കാടകളെ മുഴുവൻ വിറ്റ് കഴിഞ്ഞപ്പോൾ എന്താ, കൈ നിറയെ പണമല്ലേ. ആ പണം കൊണ്ട് വീട്ടിൽ ചെന്നു. എനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ ചക്കരേ എന്ന് കൈ നിറയെ കാശ് കിട്ടിയപ്പോൾ എന്തൊരു ചിരിയടിയുമെൻ്റെ എന്നൊക്കെ പറഞ്ഞ് അവർ സുഖമായിട്ടാണ് ജീവിക്കും. ഇങ്ങനെ ഈ വേട്ടക്കാരൻ വരും. 2-3 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. പിന്നെ 2 ദിവസം കട കുറവുള്ളൂ അയാൾ. അത് കഴിഞ്ഞ് 3-ാം ദിവസം 4-ാം ദിവസം വരും. വീണ്ടും പരത്തേക്ക് വരും. ഈ പറഞ്ഞ പോലെ ശബ്ദം ഉണ്ടാക്കും. പാവങ്ങൾ പക്ഷികൾ ഒരുമിച്ച് കൂടും, പല കുടുങ്ങിപ്പോകും. അപ്പോൾ ഈ ബോധിസത്വൻ കാടപ്പക്ഷിയായി അവതാരം എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ പിടിക്കാൻ കിട്ടിയിട്ടില്ല. ഇതാണ് ഈ വേട്ടക്കാരൻ്റെ സൂത്രം എന്ന് കണ്ടവഴിക്ക്. ബോധിസത്വൻ ഒരു ദിവസം വേട്ടക്കാരൻ വന്നിട്ടില്ലാത്ത സമയത്ത് എല്ലാ പക്ഷികളെ ബാക്കിയുള്ള കുറേണ്ണത്തിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി. ബാക്കിയുള്ളവരെല്ലാവരും ഒരുമിച്ച് വിളിച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി. ഈ വേട്ടക്കാരൻ്റെ
വലയിൽ കുടുങ്ങി നമ്മുടെ ജീവിതം നശിപ്പിച്ചാൽ മതി. നമുക്ക് വേട്ടക്കാരനെ തോൽപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അയ്യോ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണം എന്ന് അസലായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പം തന്നെ ഒരു പ്രാവുണ്ട്, അയ്യോ എണ്ണയിലങ്ങോട്ട് കിടന്ന് പൊരിയണ കാര്യം എനിക്ക് ഓർക്കാനേ വയ്യ. നമ്മളെയൊക്കെ പൊരിക്കാൻ എണ്ണയിലിട്ട് വറുക്കാനാ കൊണ്ടോണം. അത് കേട്ട വഴിക്ക് വേറെ 2-3 കാടപ്പക്ഷികൾ അങ്ങോട്ട് കരയാൻ തുടങ്ങി. അപ്പം തന്നെ പേടിച്ചിട്ട് അപ്പോൾ വന്ന് എന്നാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഐകമത്യത്തോടു കൂടി നിൽക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു ബോധിസത്വൻ. ആ ബോധിസത്വനായ അവതാരമായ കാടപ്പക്ഷി എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഇനി വേടൻ വന്ന് വലയെറിഞ്ഞ് നമ്മളെ പിടിക്കണ സമയത്ത് എല്ലാവരും അവരവരുടെ കൊക്ക് പുറമേക്ക് ഇടുക. കൊക്ക് പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വലയിൽ അള്ളിപ്പിടിച്ച് കിടന്നിട്ട് ഞാനൊരു ശബ്ദം ഉണ്ടാക്കി. ഞാനുണ്ടാകും വലയ്ക്കകത്ത്. ഞാനൊരു ശബ്ദം ഉണ്ടാക്കി, പൊങ്ങിക്കോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ കുറിയുന്ന എൻ്റെ ആ ശബ്ദം കേട്ട വഴിക്ക് നമ്മളെല്ലാവരും കൂടി പെട്ടെന്നങ്ങ് പറന്നു പോകുമ്പോൾ എന്താ, വലയും കൊണ്ട് നമുക്ക് പറക്കാൻ പറ്റും. അങ്ങനെ പറന്നാൽ നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് പറന്നു പോയിട്ട് ഒരു മുള്ളുമരം ഉണങ്ങി നിൽക്കില്ലയിലേക്ക് പോയില്ല. ആ മുള്ളുമരത്തിൽ വന്ന് പതുക്കെ വല അങ്ങോട്ട് വയ്ക്കുമ്പോൾ ആ മുള്ളുമരത്തിൻ്റെ കമ്പുകളിൽ കുടുങ്ങി വല അവിടെ നിൽക്കും. നമുക്ക് വലയും തുറന്ന് വലയ്ക്കകത്തുനിന്ന് പുറത്തേക്ക് പോയി ജീവനും കൊണ്ട് വേറെ എവിടെയെങ്കിലും പറന്ന് പോവുകയും ചെയ്യാം. അങ്ങനെ അതാണ് സൂത്രം. നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഈ സൂത്രം, ഈ പ്രവൃത്തി സഫലമാക്കിയാൽ നമുക്ക് ജീവൻ രക്ഷിക്കാം. തയ്യാറാണോ എന്ന് ചോദിച്ചു. തയ്യാറാണോ? എല്ലാവരും റെഡിയായിട്ട് പിറ്റേ ദിവസം വരണു വേട്ടക്കാരൻ വന്ന് വേഗം വല റെഡിയാക്കി വെച്ചു. അയാൾ കിണകളെ വിളിക്കുന്ന ശബ്ദത്തിൽ അങ്ങോട്ട് വിളിച്ചു പ്രാവുകളെ. എല്ലാ പ്രാവുകളും താഴേക്ക് വന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് വലയുടെ മുകളിൽ വന്ന് വീണു. ഉടൻ തന്നെ പക്ഷികൾ ബോധിസത്വം പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാടപ്പക്ഷികളും തലപ്പുറത്തേക്കിട്ട് വലയും കൊണ്ടു പൊങ്ങിപ്പറഞ്ഞ് മുള്ളുമരത്തിൽ ചെന്നിരുന്നു. വലയിൽ നിന്ന് പുറത്ത് കിടന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇതാണ് വേട്ടക്കാരനെ കാടപ്പക്ഷികൾ തോൽപ്പിച്ച കഥ. ഐകമത്യം ഉള്ളതുകൊണ്ട്, ഒത്തൊരുമ ഉള്ളതുകൊണ്ട്. ഇത് ഈ കഥയുടെ 1-ാം ഭാഗമാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളികൾ പറയും കഥയാണീ, കാര്യം പറയും കഥയാണീ.